ദമാമിൽ ഒരുപാട് സന്ദർശിക്കാൻ പറ്റുന്ന വേറൊരു സ്ഥലമാണ് ലൈഫ് പാർക്ക്. ഇത് അത്ര ഭയങ്കര വലിയ പാർക്കൊന്നുമല്ല, എന്നാൽ നല്ലൊരു വലിയ ഏരിയയാണ്, നല്ല ഗ്രീനറി ഉണ്ട്. കുട്ടികളുടെ ഒരു പാർക്കിലാണ്, കുഴപ്പമില്ല, സെറ്റപ്പാണ്. സൗദി അറേബ്യ വളരെ വലിയ രാജ്യമല്ലേ, അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു പാർക്ക്. കാരണം അത്ര ഏരിയ ഉണ്ട്. നല്ല കിളികളുടെ കളകൂജനങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പാർക്കിന് നടുവിലായിട്ടൊരു ചെറിയ പള്ളിയുണ്ട്. അതിൻ്റെ ഒരു വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരം കേട്ടോ, സൂപ്പറാണ്. അതിങ്ങനെ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടത്. പിന്നെ അതിൻ്റെ ഏരിയ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നതിലപ്പുറം ഈ ചെറിയ കാറുകൾ അവിടെ റെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ട്, അവിടെ കുറേ കുട്ടികൾ ഇങ്ങനെ ചാടിക്കളിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, ഒന്ന് റിലാക്സ് ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കാണത്. അപ്പോൾ ലൈഫ് പാർക്കിൽ നിന്ന് പിന്നെ ഞങ്ങളുടെ യാത്ര നേരെ മുർജാൻ ഐലൻഡിലേക്കായിരുന്നു. ദമാമിലെ മുർജാൻ ഐലൻഡിനാണുള്ളത്. ഇവിടെ കടൽ തീരത്ത് നല്ലൊരു അടിപൊളി വൈബാണ്, ആളുകൾ ചൂണ്ടയിടുന്നുണ്ട്. ഇതൊരു വലിയ ഏരിയ ആണ്. നമുക്കിവിടെ കുവൈത്തിലൊക്കെ കാണാം ഇതുപോലെ കടൽ തീരവുമായി ബന്ധപ്പെട്ട് കുറേ ആക്ടിവിറ്റീസ്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രത്യേകതയായി തോന്നിയത് ഒരുപാട് പേര് വന്നിട്ട് അവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. അതിപ്പോൾ വിത്ത് പെർമിഷൻ ആയിരിക്കുമല്ലോ എന്തായാലും. അപ്പോൾ ചൂണ്ടയിടുന്ന ഒരു കാഴ്ച അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ കടയുണ്ട്. അവിടെ മെയിനായിട്ട് ഈ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് അതിൽ മുളകൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്ന ഒരു കച്ചവടം നടക്കുന്നുണ്ട്. എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ടോ, നല്ല രസമുണ്ട്. കാരണം പ്രത്യേകിച്ച് അതിൻ്റെ തണ്ട് വേർപ്പെടുത്തുന്ന ഒരു ചെറിയൊരു ടൂളുണ്ട്. അത് വെച്ചിട്ട് അത് വേർപ്പെടുത്തി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് പിന്നെ മുളകൊക്കെ ഇട്ട് ഞങ്ങൾ കഴിച്ചു. നല്ല കിടു സാധനം. അപ്പുറത്തെ സൈഡിൽ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ, ബോട്ടിങ്ങും അവൈലബിൾ ആണ്. അതിങ്ങനെ കടലിലൂടെ ചുറ്റിയിട്ട് ഇങ്ങനെ തിരിച്ചു വരും.